എക്സ്ക്യൂസ് മീ മാഡം, എന്താ വേണ്ടത്? ടെൽ മീ വാട്ട് യു വാണ്ട്. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ സെക്രട്ടറി, ബോസിന്റെ സെക്രട്ടറി. ഓക്കെ. വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചെയ്യാമയായിരിക്കും. ഇപ്പോ ടൈം 10:30. 10:30 to 11 ബോസിന്റെ റൊമാൻറ്റിക് ടൈമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ ആരെയും അകത്ത് കടത്തിവിടാൻ പറ്റില്ല. ഡോണ്ട് ഡിസ്റ്റർബ് മീ. താങ്ക് യു. മായ, ഇതിൽ 5 ലക്ഷം രൂപയുണ്ട്. ഫാക്ടറി തൊഴിലാളികൾക്ക് സാലറി കൊടുക്കേണ്ട തുകയാ. എനിക്ക് അത്യാവശ്യമായി ഒന്ന് എസ്റ്റേറ്റ് വരെ പോണം. മാനേജർ വരുമ്പോ നീ ഇത് കൊടുത്തേച്ചാ മതി. അതിനെന്താ ചേച്ചി, ഞാനിതെല്ലാം ഭദ്രമായിട്ട് സൂക്ഷിക്കൂല്ലേ. സത്യത്തില് ഇത് എന്റെ കൂടെ പണമല്ലേ ചേച്ചി. മായ, ഞാൻ പോവാ. ഇപ്പൊ രാമേട്ടന് മനസ്സിലായില്ലേ? എന്റെ ചേച്ചി ഒരു പാവാ. പിന്നെ ഭയങ്കര പാവല്ലേ. കളിയാക്കണ്ട. കളിയാക്കുമല്ലോ. എന്താടോ? എന്താടോ? എന്താണെന്ന്? എന്താണെന്ന് എന്താണ്? അത് തന്നെ ചോദിച്ചത്, എന്താണെന്ന്. നിങ്ങള് പോ. നിങ്ങൾ പോ. ഈ പോക്കിൽ എന്തോ പന്തികേടുണ്ട്. കുളിക്കാറുണ്ടോ? കുളിച്ചോണ്ടിരുന്നോ? അല്ല, രണ്ടാളും കൂടി എങ്ങോട്ട് പോവാ? ഞങ്ങള് ഗുരുവായൂർക്ക് പോവാ. ക്ഷേത്രത്തിൽ ചേച്ചിയുടെ പേരില് രാമേട്ടന് ഒരു വഴിപാട് നടന്നിട്ടുണ്ടത്രേ. ചേച്ചിക്ക് നല്ല ബുദ്ധിയും ആരോഗ്യവും ദീർഘായുസും ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക വഴിപാടാ. അമ്മായേ, ഞാൻ ഇന്നലെ നിന്നെ ഏൽപ്പിച്ച ആ 5 ലക്ഷം രൂപയില്ലേ, അത് ഉടനെ വേണം. ഒരു അത്യാവശ്യ കാര്യത്തിന് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനാ. പോയി എടുത്തിട്ട് വാ. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ, ഇപ്പൊ എടുത്തോണ്ടിരാം. മയേ, പണം കാണുന്നില്ല. എന്തായി പറയുന്നേ? നല്ലോണം നോക്ക്. ഞാൻ എല്ലായിടും നോക്കി, എവിടെയും കാണുന്നില്ല. ഇതിലെന്തോ ചതിയുണ്ട്. എന്റെ ഈശ്വര, ചേച്ചി, ആ പണം കാണുന്നില്ല. കാണുന്നില്ലെന്നോ? നീ എന്തായി പറയുന്നേ? ഇന്നലെ രാമൻകുട്ടിയുടെ കയ്യിലല്ലേ മാഡം പണം കൊടുത്തത്? സത്യം പറ രാമൻകുട്ടി, ആ പണം എവിടെ? നിനക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാ പോരായിരുന്നു. ചേച്ചി, മിണ്ടി പോരുത്. ആ പണം നീ മോഷ്ടിച്ചതല്ലേ? കള്ളൻ. എന്റെ സ്വത്തുക്കൾ മോഹിച്ചല്ലേ നീ ഇവളെ വിവാഹം കഴിച്ചത്? ചതിക്കായിരുന്നു. നീ ഇവളെ ചതിക്കായിരുന്നു. ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങണം. ചേച്ചി, പുകഞ്ഞുകൊള്ളി പുറത്ത്. രാമഭദ്ര, പോലീസിനെ വിളിക്കേ. പോലീസിനെ വിളിക്കാൻ വരട്ടെ. എന്തിനും ഒരു തെളിവ് വേണമല്ലോ. കളവ് നടത്തിയത് ബോസ് ആണെന്നുള്ളതിന് എന്താ തെളിവ്? അത് തെളിയിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ. ഈ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് പരിശോധിക്കണം. കള്ളൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു ചെറിയ റിക്വസ്റ്റ്, കള്ളൻ ആരായാലും അവന്റെ കയ്യും കാലും തല്ലി ഓടിക്കണം. അതിലും നല്ലത് മുട്ടുസൂചി പ്രയോഗമാ. അതെന്ത് പ്രയോഗം? ഇതാരെ പറ്റിയാ? സത്യം പറ, ഇല്ലെങ്കിൽ എന്റെ പെട്ടിയാണ്. ഞാനിത് തുറക്കാൻ പോവാണ്. പണം ഇതിൽ കാണേണ്ടതായിരുന്നു. പക്ഷേ അത് എല്ലാവരും ശ്രദ്ധിക്കണം.
ഇതാരുടെ പെട്ടിയാണ്? അതെന്റെ പെട്ടിയാ. ഞാനിത് തുറക്കാൻ പോവാണ്. ഇതാ മാഡം, 5 ലക്ഷം. മാഡം, അടിച്ചൊടിക്കവന്റെ കൈയും കാലും. അറിയില്ല. തൊട്ടാ എല്ലാത്തിനെ കൊന്നുകളയും ഞാൻ. കട്ടവനെ ഞാൻ കാണിച്ചു തരാം. അയ്യോ, 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 എന്നെ ഒന്നും ചെയ്യരുത്. പണം മോഷ്ടിച്ച ഞാനാണ്. ദുർഗാ മാഡം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. സൂചിക്കരുത്. ചേച്ചി ഏറ്റില്ലല്ലേ? ഏതായാലും ഈ വീട്ടിലെ എല്ലാ കാര്യവും നോക്കണ്ടോ ഞാനല്ലേ? ആ പണം അതോ മൂട്ടിച്ച പണല്ലേ ചേച്ചി? അത് അവന്റെ ഇരുന്നോട്ടെ. ശ്യാമി, പണം സൂക്ഷിച്ചു വെച്ചോണം. അപ്പൊ ഞങ്ങൾ വേണ്ട ചേച്ചി. മാഡം, വേറൊരു പ്ലാൻ ഉണ്ട്. ഈ വഴിമുടക്കിയെ കൊണ്ട് തോറ്റു പണ്ടാറക്കാൻ. നീ വാലെടുക്ക്. ബാക്കി ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞല്ലോടാ, പ്ലാൻ ഞാൻ പൊളിച്ചു തരാം. ഞാനല്ല ഇവൾ നിർത്താൻ എന്റെ തെമ്മാടുത്തരെ കാണിക്കുന്നേ. തെമ്മാടിത്തരോ? തെമ്മാടിത്തരം കാണിച്ചതേ നിങ്ങൾ പുന്നാരെ ആങ്ങള. അന്തിക്കൂട്ടിന് ആളെ ലക്ഷ്യം വന്നത് അടുക്കളക്കാരിയുടെ അടുത്ത്. ഇവരെയൊക്കെ പിടിച്ച് പെട്ടെന്ന് പെണ്ണ് കടിച്ചാണ് കേട്ടോ. അല്ലെ കുടുംബത്തിന് നാണക്കേടാ. ഇവനാ ഇവനെ എന്നെ തല്ലിക്കൊല്ല്. എന്റെ വിധി സ്വന്തം ഭാര്യയെ ഒരു കള്ളനെ പോലെ വന്ന് കാണുക. സത്യ, ഇവളെന്റെ ഭാര്യ. ഇത് കണ്ടോ? അത് ശരി. എന്നിട്ട് എന്തിനാണ് ഇത്രയും കാലം നീ ഒളിച്ചു വെച്ചത്? ഇക്കാര്യം പുറത്തറിയിച്ച ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് ചേച്ചി പറഞ്ഞു. പലപ്പോഴും ഇവളെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവളെയും കൂട്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ ശ്രമിച്ചതാ. പക്ഷെ ഇവള് സമ്മതിച്ചില്ല. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒളിച്ചും പാത്തുള്ള ജീവിതം ഒന്നും വേണ്ട. മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ച് സുഖമായിട്ട് ഒന്നിച്ച് ജീവിക്കും. കുട്ടിക്കടാ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഞങ്ങൾ എല്ലാരും അനുഗ്രഹിച്ചു. നോക്കി നിൽക്കാതെ അവളെ വിളിച്ച് മുറി പോടാ. You bloody